ഈ സർവോദയ എന്നതിൻ്റെ അർത്ഥം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? സർവോദയത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അഭിവൃദ്ധി, അഭ്യുന്നതി, പുരോഗതി. അതാണ് ഗാന്ധിജിയുടെ ഒരു വലിയ ആശയം എന്ന് പറയുന്നത്. എല്ലാവരുടെയും കണ്ണുനീര് ഒപ്പുക, വൈപ്പ് ഔട്ട് ടീയേഴ്സ് ഫ്രം ഓൾ ഐസ് എന്നാണ് പുള്ളികൾ. ആർക്കെല്ലാം വിഷമങ്ങളുണ്ടോ, ആർക്കെല്ലാം ദുഃഖമുണ്ടോ അവരുടെ കണ്ണീര് ഒപ്പുക എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ ലക്ഷ്യം. അതായത് ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഈ ഏറ്റവും വരിയിലെ അവസാനം സർവോദയ മണ്ഡലം എന്ത് ഉദ്ദേശിക്കുന്നതാണ്? മണ്ഡലം എന്നുള്ള വാക്കെങ്ങനെ വന്നത്? മണ്ഡലം ഒരു സംഘടന എന്നുള്ളൊരു സംഘടനാ സംവിധാനത്തിന് മണ്ഡലം, സർവോദയ മണ്ഡലം, അങ്ങനെയുള്ളൊരു മണ്ഡലം എന്നുള്ളൊരു ഓർഗനൈസേഷൻ, ഒരു സംഘടന എന്നുള്ളൊരു പേരെന്നുള്ളൂ മണ്ഡലം. പിന്നെ രജിസ്റ്റേർഡ് ഓഫീസായിട്ടുണ്ട്. ഇതങ്ങനെ ഒരു രജിസ്റ്റേർഡ് ഓഫീസൊന്നുമില്ല. ഇത് കേന്ദ്രത്തിലെ ഡൽഹിയിലല്ല, ഇവിടെ വാർധായിൽ ഓഫീസുണ്ട്. പിന്നെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇതുമായി ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഓഫീസുകളും കാര്യങ്ങളും സ്ഥാപനങ്ങളെല്ലാം ഉണ്ട്. കേരളത്തിലിപ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും ഓഫീസുകളുണ്ട്, ബിൽഡിംഗ് കെട്ടിട സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഗവൺമെൻറ് ഭൂമിയായിരുന്നു, ഗവൺമെൻറ് പതിച്ചു കൊടുത്തിട്ടുള്ളതാണ്. തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും മറ്റേ കോഴിക്കോട്ടെ കേളപ്പജിയുടെ കാലത്ത് കേളപ്പജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ഓഫീസാണ്. കെട്ടിടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കേളപ്പജിയോട് താമസിക്കുന്നു. ഓക്കെ. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ സംഘടനയ്ക്കുള്ളത്? ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം നടത്തിയ കാലത്ത് 18 നിർമ്മാണ പരിപാടികൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ നിർമ്മാണ പരിപാടികളൊപ്പമാണ് ഗാന്ധിജി ദേശീയ സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്നത്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന ഭരണകൂടങ്ങൾ ഗാന്ധിജിയുടെ നിർമ്മാണ പരിപാടികൾക്ക് കാര്യമായ ഊന്നൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഗാന്ധി ഇതിനെ രണ്ടിനെയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള രീതി നടത്തിക്കൊണ്ടിരുന്നു. ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യ സമരവും മറുഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളും. അപ്പം ഇന്ത്യയിലെ കഷ്ടപ്പെടുന്ന ആളുകളുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ. ഇവിടെ അയിത്തം എന്നുള്ള വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അയിത്തോച്ചാടനം അദ്ദേഹത്തിൻ്റെ സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു. ഹരിജനങ്ങളുടെ ഉദാഹരണം ഉണ്ടായിരുന്നു. മദ്യനിരോധനം ഉണ്ടായിരുന്നു. ചെറുകിട കുടിൽ വ്യവസായ മേഖലയുടെ പ്രോത്സാഹനം. അപ്പം നിരവധിയായ പ്രവർത്തന സരണികളിലൂടെയാണ് ഗാന്ധിജി വിവരിച്ചിരുന്നത്. മനുഷ്യനെ മൊത്തത്തിൽ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അവനൊരു ഉത്തരം നൽകുക, അവന് സഹായം നൽകുക, അവന് തുണയായിട്ട് പ്രവർത്തിക്കുക. മനുഷ്യൻ്റെ മോചനമായിരുന്നു ഗാന്ധിയുടെ ലക്ഷ്യം. ഭൗതികവും സാമ്പത്തികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ളൊരു മോചനമായിരുന്നു. അവരെല്ലാം ഉയർത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വസ്ത്രം ഉപേക്ഷിച്ചിട്ടുണ്ട്. വസ്ത്രം ഉപേക്ഷിക്കുന്ന അദ്ദേഹത്തെ പ്രധാനമായും പ്രേരിപ്പിച്ച കാര്യം, അദ്ദേഹം ഒരു ഭാഗത്ത് യാത്ര ചെയ്തപ്പോൾ, ഒരു നദീതീരത്തൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു സ്ത്രീ, തമിഴ്നാട്ടിലാണ്, ഒരു സ്ത്രീ ആറ്റിനക്കരെ അവർ കുളിക്കുന്നത്, വസ്ത്രം ഒരു ഭാഗം വസ്ത്രം ഒരു സാരിയുടെ പകുതി ഭാഗം മറച്ചുകൊണ്ട് പകുതി ഭാഗം കഴുകുന്ന ഒരവസ്ഥയാണ്. ഇത് കണ്ട് മനസ്സലിഞ്ഞ ഗാന്ധിജിയുടെ കുപ്പായത്തിൻ്റെ ഒരു ഭാഗം വെള്ളത്തിലിട്ട സ്ത്രീക്ക് എത്തിച്ചു കൊടുക്കുന്നു. അന്ന് ഗാന്ധിജി അവിടെ എടുത്ത ഒരു പ്രതിജ്ഞയാണ്, ഒരു ശപഥമാണ്. ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും വസ്ത്രം ധരിക്കുവാൻ സാഹചര്യം ഉണ്ടാകുന്നിടം വരെ ഞാൻ എൻ്റെ കുപ്പായം ഉപേക്ഷിക്കുന്നു, ഒരു മുണ്ടും ഒരു തുവാലയും മാത്രമായി അദ്ദേഹം മാറ്റും. അപ്പോൾ ഇന്ത്യയിലെ യാഥാർത്ഥ്യം അതായിരുന്നു. അപ്പോൾ അത് കണ്ട് മനസ്സലിഞ്ഞ വിഷമിച്ച ഗാന്ധിയാണ് വസ്ത്രം ഉപേക്ഷിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് ഏറ്റവും താഴെക്കുടയിലെ ആളുകളുടെ ഉദാഹരണമായിരുന്നു, അവരെ മോചിപ്പിക്കുക. അതായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ അതിനാണ് സർവോദയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാത്മാഗാന്ധി ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിരുന്നു മരിക്കുന്നതിന് തൊട്ടു മുമ്പ്. എത്ര മാസങ്ങൾക്ക് മുമ്പ് അല്ലേ? മാസങ്ങൾക്ക് മുമ്പ്. അത് ഏത് സംഘടനയായിരുന്നു? അത് ലോക് സേവക് സംഘ് എന്നുള്ളതായിരുന്നു, ലോക സേവക് സംഘ്. അപ്പോൾ ആളുകളെ സേവിക്കുന്ന, ഇന്ത്യക്കാരെ സേവിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ ഗാന്ധി തീരുമാനിച്ചിരുന്നു. അത് 1948 അതുമായി ഒരു ബന്ധപ്പെട്ട യോഗം ഫെബ്രുവരി മാസം ചേരാൻ തീരുമാനിച്ചിരുന്നു. ഫെബ്രുവരി 2-3 ചേരാൻ തീരുമാനിച്ചു വാർധയിൽ.
പക്ഷേ ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെട്ടു. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഗാന്ധിജിയുടെ അടുത്ത അനുയായികളായിരുന്ന രാജേന്ദ്ര പ്രസാദ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അതുപോലെ ആചാര്യ വിനോഭാവ്, ജയപ്രകാശ് നാരായൺ, അങ്ങനെ നിരവധിയായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആ കാലത്തെ നായകന്മാരെല്ലാം കൂടെ വാർധയിൽ മാർച്ച് 15 യോഗം ചെയ്തു 1948. അവിടെ വെച്ചാണ് സർവ്വസേവാ സംഘ്, ഇന്ത്യക്കാരെ സേവിക്കുന്ന ഒരു സേവകരുടെ ഒരു സംഘം ഉണ്ടാക്കി. സർവ്വസേവാ സംഘ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ, നെഹ്റു ഉൾപ്പെടെയുള്ള നെഹ്റു, ജയപ്രകാശ് നാരായണൻ, ആചാര്യ വിനോഭാവെ ഇവരൊക്കെയായിരുന്നു അതിൻ്റെ, രാജേന്ദ്ര പ്രസാദ്, അവരൊക്കെയായിരുന്നു അതിന് മുന്നിൽ നിന്ന ആളുകൾ. അവരുടെയൊക്കെ നേതൃത്വത്തിൽ, അവരുടെയൊക്കെ താല്പര്യപ്രകാരമല്ല, ആശീർവാദത്തോടുകൂടി ആരംഭിച്ചാണ് ഈ സർവ്വസേവാ സംഘ്. സർവരുടെയും സേവനം, അവരെ സേവിക്കുന്ന ഒരു ടീം, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. സർവ്വസേവാ സംഘ്. സർവ്വസേവാ സംഘിൻ്റെ കേരള ഘടകമാണ് കേരള സർവോദയ മണ്ഡലം. ഇവിടെ ഈ സംഘം രൂപീകരിച്ചത്, ഈ മണ്ഡലം രൂപീകരിച്ചത് കേളപ്പജിയുടെ നേതൃത്വത്തിലാണ്. കേളപ്പജി അന്ന് കേരള ഗാന്ധി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേരള ഗാന്ധി എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു കേളപ്പജി. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതുപോലെ ഗാന്ധിയുടെ ജീവിതം പോലെ സ്വയം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടൊരു ജീവിതമാണ്. അപ്പോൾ അദ്ദേഹം ഗാന്ധി മരിച്ചതിന് ശേഷം ഗാന്ധിയുടെ ചിതാഭസ്മം കേരളത്തിൽ എവിടെയെങ്കിലും നിമഞ്ജനം ചെയ്യണം, മലബാറിൽ എവിടെയെങ്കിലും നിമഞ്ജനം ചെയ്യണം അതിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഡൽഹിയിൽ ചേർന്ന ആളുകൾ അത് മദിരാശിയിൽ ആക്കാൻ തീരുമാനിച്ചു, കന്യാകുമാരിയിലാക്കാൻ തീരുമാനിച്ചു. ഇത് മനസ്സിലാക്കിയ കേളപ്പജി ഡൽഹിയിൽ വിമാനത്തിലെത്തി ബന്ധപ്പെട്ട ആളുകളെ കണ്ട്, ഗാന്ധിയുടെ മക്കളെയും അതുപോലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കണ്ട് ശുപാർശ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മദ്രാസിൽ സൂക്ഷിച്ചിരുന്ന ചിതാഭസ്മത്തിൻ്റെ ഒരു ഭാഗം കേരളത്തിൽ തിരുനാവായിൽ നിബന്ധനം ചെയ്യാൻ തീരുമാനമെടുത്തു. ഗാന്ധിയൻ ആശയങ്ങൾക്ക് ഇനിയുള്ള നൂറ്റാണ്ടിൽ പ്രസക്തി ഉണ്ടോ, അല്ലെങ്കിൽ അതിനെ പ്രസക്തി ഉള്ളോ? എനിക്ക് അതിനെക്കുറിച്ചുള്ള ഉത്തരം വിശ്വപ്രസിദ്ധനായ ചരിത്രകാരൻ ആർണോൾഡ് ടോയിൻബി പറഞ്ഞതാണ്. ടോയിൻബി പറഞ്ഞത് 21-ാം നൂറ്റാണ്ട് നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യൻ ആ കാലത്ത് ജീവിക്കണമെങ്കിൽ ഗാന്ധിജിയെ അനുധാവനം ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലോകം വലിയ പ്രതിസന്ധിയിലാണ് ലോകം. കാര്യം ഭൗതിക രംഗത്തും ശാസ്ത്രരംഗത്തൊക്കെ വളരെ വലിയ നേട്ടങ്ങൾ കഴിഞ്ഞ ഒരു 100-150 വർഷത്തിനുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യൻ ജീവിക്കാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യമാണ് ചുറ്റുപാടുമുള്ളത്. സമാധാനമില്ല, ശാന്തിയില്ല, സന്തോഷമില്ല. അപ്പോൾ ഈ ഗാൽബ്രൈത്ത് എന്ന് പറഞ്ഞൊരു പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ ആളുകളിൽ ഉത്കണ്ഠ വളരുന്നു, ആളുകൾക്ക് ശാന്തിയില്ല, സമാധാനമില്ല, ഈ അസ്വസ്ഥമായ മനസ്സുകളാണ് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക പോലെ ഭൗതിക പുരോഗതിയിൽ ലോകത്ത് ഒന്നാമതെത്തിയിരിക്കുന്ന രാജ്യത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം, അവിടെ ആളുകൾക്ക് ഉത്കണ്ഠ, വ്യാധി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കും. ഞാൻ മലയാളത്തിൽ ആദി കൂടിക്കൊണ്ടിരിക്കും, ആൻസൈറ്റി കൂടിക്കൊണ്ടിരിക്കും, ഹാപ്പിനെസ് പറഞ്ഞു. ഇപ്പം ഈ നാളെക്കുറിച്ചുള്ള വലിയ എന്ത് സംഭവിക്കുന്ന ആർക്കും ഒരു നിശ്ചയവുമില്ല. അനിശ്ചിതമായ സ്വന്തം ഭാവിയെക്കുറിച്ച് ഓർത്ത് അമ്പരന്ന് കഴിയുന്നവരാണ്, വിഷമിച്ച് കഴിയുന്നവരാണ് ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ. അവരെല്ലാം ഭൗതികമായ പുരോഗതിക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്. അവർക്കെങ്ങും എത്താൻ സാധിക്കുന്നില്ല. ഇപ്പം എല്ലാവർക്കും അമേരിക്കക്കാരനെ പോലെ എത്തണം എന്നുള്ള ആഗ്രഹം, ഭൗതിക പുരോഗതി ആർജിക്കണം. പക്ഷേ ആ പുരോഗതി ശാശ്വതമല്ല, അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യമില്ല. അപ്പോൾ ഗാന്ധിജിയും ശ്രീബുദ്ധനും പറഞ്ഞത്, നിങ്ങൾക്ക് ശാശ്വതമായ സന്തോഷമുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം, ആഗ്രഹങ്ങളുടെ മേൽ, അഭിലാഷങ്ങളുടെ മേൽ നിങ്ങൾ പരിധി ഏർപ്പെടുത്തണം. അപ്പം നമ്മളൊരു ഭൗതികമായി സ്വത്താർജിക്കുക, സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ആളുകൾക്കും ആ രീതിയിൽ ഒരു സൗകര്യം ഉണ്ടാക്കാൻ സാധ്യമല്ല. അമേരിക്കയിലെ പോലെ ആളുകൾക്ക്, ഇന്ത്യയിലെ ആളുകൾക്കെല്ലാം ജീവിക്കാൻ സാധിക്കുക.
അപ്പം നമ്മുടെ ഉള്ള വിഭവങ്ങൾ വെച്ച് വിഭവങ്ങൾ പരിമിതമാണെന്നുള്ള യാഥാർത്ഥ്യം ലോകം മനസ്സിലാക്കണം. പക്ഷെ ആളുകളുടെ ആവശ്യങ്ങൾ ഇങ്ങനെ പെരുപ്പിക്കുന്ന ഒരു സംസ്കാരം നമുക്കുള്ളത്. എത്ര കിട്ടിയാലും തികയാത്ത മാനസികാവസ്ഥയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ മുതലാളിത്തത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് തന്നെ ആളുകളെ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ ഉപഭോക്താക്കളാക്കി മാറ്റി വീണ്ടും ഉൽപ്പാദിപ്പിക്കുക. അങ്ങനെ ഒരു ത്രോയവേ അങ്ങനെയാണല്ലോ ക്യാപിറ്റലിസ്റ്റ് ഐഡിയ. അതാണല്ലോ ഉൽപ്പാദിപ്പിക്കുക, അത് ഉപയോഗിക്കുക, അത് വലിച്ചെറിയുക, വീണ്ടും ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ ഈ കൂടുതൽ സമ്പാദിക്കുക. അത് വരുമ്പോൾ രാജ്യത്ത് ലോകത്ത് അരാജകത്വം ഉണ്ടാകും. ഇപ്പോൾ ലോകത്താകെയുള്ള വിഭവങ്ങൾ വളരെ പരിമിതമാണ്. ആളുകൾ ഒരുപിടി, ഇപ്പോൾ 800 കോടിയോളം ആളുകളുണ്ട് ഈ ഭൂമുഖത്ത്. അവർക്കെല്ലാം ജീവിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ എല്ലാം മിനിമം ആവശ്യങ്ങൾ നേരിടുവാനുള്ള വിഭവങ്ങൾ ലോകത്തുണ്ട്. ഗാന്ധി പറഞ്ഞൊരു സുപ്രധാനമായൊരു ആശയമാണ്, ഈ ലോകത്തിലെ ആളുകൾക്ക് ആവശ്യമുള്ള എല്ലാവരുടെയും ആവശ്യം നിറവേറ്റാനുള്ള വിഭവങ്ങളുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ്റെ പോലും ഗ്രീഡ് നിർവഹിക്കാനുള്ള വിഭവങ്ങൾ ലോകത്തില്ല. അതാണ് വാസ്തവം. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ എല്ലാവരുടെയും സാധിക്കാനുള്ള വിഭവങ്ങളുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ്റെ പോലും ആർത്തി പരിഹരിക്കാനുള്ള വിഭവം ലോകത്തില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ലോക നേതാക്കളും ലോകരാജ്യങ്ങളും അവരുടെ വികസന പ്രവർത്തനങ്ങളെ വഴിതിരിച്ചു വിടാൻ. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ പടിഞ്ഞാറിനെ നോക്കിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് എല്ലായിടത്തും നടക്കുന്നത്. ഇപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞൊരു പ്രസിദ്ധമായൊരു കാര്യമുണ്ട്, ദൈവം എല്ലാ രാജ്യങ്ങൾക്കും ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം അവരവരതിന് സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ മൂന്നാം ലോക രാജ്യങ്ങളും ലോകത്തിലെ വികസ്വര രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഉത്തരങ്ങൾ കോപ്പിയടിക്കുക, അത് എന്നിട്ട് ഇവിടെ പകർത്താൻ ശ്രമിക്കുകയാണ്. അതാണ് നമ്മുടെ ലോകം ഇന്ത്യ നേരിടുന്ന ഈ പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണമാണ്. അതിലൊരു മാറ്റമുണ്ടായാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുക എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം, ഇതെല്ലാം ലോകത്തിലെ മുതലാളിത്ത രാജ്യങ്ങൾ അനുഭവിക്കുന്ന അതേ ഗ്രേഡിൽ അതേ അളവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാലാവസ്ഥയിൽ വളരെ വലിയ വ്യതിയാനം ഉണ്ടായിരിക്കുന്നു. ഇതിനാരാ കാരണക്കാർ? മാലിന്യ കൂമ്പാരമായി ലോകം മാറിയിരിക്കുക. ആരാ കാരണക്കാർ? ഇപ്പം നമ്മൾ അമിതമായി പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും കൂടുതൽ സാധനം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഈ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന സംസ്കാരം ഇപ്പോൾ. അതുകൊണ്ടാണ് ഈ മാലിന്യ പ്രശ്നം. ഒരു 50 വർഷം മുമ്പ് നമുക്കിവിടെ ഒരു മാലിന്യ പ്രശ്നം ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു? ഒട്ടുമില്ലായിരുന്നില്ല, മാലിന്യ പ്രശ്നമില്ല. ഇപ്പം നമ്മുടെ ഇവിടെ എന്താ ഭയങ്കര എല്ലാ വഴികളിലും നമ്മൾ പോകുന്ന വഴിക്കാണ് എല്ലാം പ്ലാസ്റ്റിക് കൂടുകൾ ഇങ്ങനെ സാധനം ഇട്ടുക. നമ്മുടെ പഞ്ചായത്തുകൾ ഇങ്ങനെ സന്നദ്ധ പ്രവർത്തനങ്ങൾ വെച്ച് കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു 50 വർഷം മുമ്പ് നമുക്കിവിടെ ഇല്ലായിരുന്നല്ലോ. നമ്മുടെ ഉപഭോഗ സംസ്കാരത്തിലുണ്ടായ വലിയ മാറ്റമാണ് ഇതിനുള്ള കാരണം. നമ്മൾ കമ്പോളവുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. പണ്ട് എൻ്റെയൊക്കെ അച്ചായൻ്റെ കാലത്തൊന്നും ഈ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന അവസ്ഥയില്ലായിരുന്നു. ഒട്ടുമിക്ക സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും. ആ പാടെ പോകുന്ന ഉപ്പ് മേടിക്കാനായിട്ടും അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാനേ കമ്പോളത്തിൽ പോകുള്ളൂ. ഉപ്പ് മാത്രം മതി. ബാക്കിയുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും അവരുടെ പച്ചക്കറിയൊക്കെ തൊടികളിൽ തന്നെ ഉണ്ടാകും. ആവശ്യമുള്ള ആഹരിക്കാനുള്ള സാധനങ്ങൾ നെല്ലായും കപ്പയായും കിഴങ്ങായും ചേനയായും കാച്ചിലായും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആളുകൾ തൃപ്തരായിരുന്നു. ഇന്നെന്താ സ്ഥിതി? ഇന്ന് നമ്മൾ സാധനങ്ങൾ കപ്പയും എല്ലാം കൊടുത്തേച്ച് നമ്മൾ ബേക്കറി സാധനങ്ങൾ മേടിക്കുന്ന അവസ്ഥയിലേക്കായി. ബ്രോയിലർ കോഴിയുടെ സംസ്കാരം എത്ര കാലമായി ഇന്ത്യയിൽ കേരളത്തിലുണ്ടായിട്ട്? ഒരു 40-50 വർഷത്തിൽ കൂടുതലായിട്ടില്ല. അങ്ങനെ നമ്മുടെ ഉപഭോഗ സംസ്കാരത്തിലുണ്ടായ വ്യത്യാസമാണ് ഇന്നത്തെ ഈ മാലിന്യ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. ഈ കേരളത്തിൻ്റെ സാമ്പത്തിക ദുരവസ്ഥയ്ക്ക് എന്താണ് പരിഹാരം എന്നുള്ളതാണ് അങ്ങ് ചോദിച്ചത് എന്നോട്. അതിൻ്റെ ഒറ്റമൂലി നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞ പോലെ നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതിക്ക് അനുസൃതമായ രീതിയിലുള്ള സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കണം. ഇവിടെ ഇന്ന് പല ആളുകളും ചൂണ്ടിക്കാണിച്ചുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ആളുകളുടെ തൊഴിൽ രാഹിത്യമാണ്. ഇന്ത്യ സാമ്പത്തികമായി വളരുന്നുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള തൊഴിൽ വളരുന്നില്ല. ഈ ഒരു തൊഴിൽ രംഗത്ത് വളർച്ചയില്ലാതെയും സാമ്പത്തിക രംഗത്ത് വളർച്ച ഉണ്ടാകുക. ഇപ്പോൾ ഈ സാമ്പത്തിക പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആളുകൾക്ക് കൂടുതൽ
ക്ഷേമം ഉണ്ടാക്കുക, അവരുടെ പുരോഗതി ഉണ്ടാകുക എന്നുള്ളതാണ്. തൊഴിൽ ലഭിക്കുക എന്നുള്ളത്, വരുമാനം ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ആളുകൾക്ക് വരുമാനം ലഭിക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ലേബർ ഈ തൊഴിൽ കേന്ദ്രീകൃതമായ ഒരു ഉൽപ്പാദന സംവിധാനം നമുക്കുണ്ടാകണം. കേരളത്തിൽ അതിനുള്ള സാധ്യതയുണ്ടോ? കേരളത്തിലെ സാധ്യത പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു സംരംഭം ഒരാൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയൊക്കെ തകർക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഭരണകൂടങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സംരംഭകനും നന്നായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യമുള്ള അവസ്ഥയാണ്. തമിഴ്നാട്ടിലൊക്കെ എന്തെങ്കിലും പ്രസ്ഥാനങ്ങളാണ് വരുന്നത്. തമിഴ്നാട്ടിലൊക്കെ പ്രസ്ഥാനങ്ങൾ വരാൻ കാര്യം അവിടെ ഈ അതിനുള്ള ഒരു ഭൗതിക സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അവിടുത്തെ സർക്കാർ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി ആവശ്യത്തിനുള്ളതുകൊണ്ട് അവർക്ക് അവിടെ മാർക്കറ്റിംഗ് പ്രോബ്ലം ഇല്ല. ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളം ഒരു വിപണിയായി മാറിയിരിക്കുക. മറ്റ് സംസ്ഥാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കുന്ന കേവലം ഒരു മാർക്കറ്റ്, കേവലം ഒരു വിപണി മാത്രമാണ് കേരളം. അതുകൊണ്ടാണ് സർക്കാരിൻ്റെ വരുമാനം കൂടാത്തത്. ഇപ്പോൾ തമിഴ്നാടും തമിഴ്നാടും കേരളവും ആന്ധ്രയും ഒക്കെ ദക്ഷിണ സംസ്ഥാനങ്ങളാണല്ലോ. അവിടെയൊന്നും കേരളത്തിലെ പോലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളില്ല, പ്രതിസന്ധികളില്ല. കാരണം എന്താ? അവിടെ ഉൽപ്പാദന സംരംഭങ്ങളുണ്ട്. അതിൻ്റെ ഫലമായി ആ സംസ്ഥാനത്തിന് കൂടുതൽ നികുതി അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇവിടെ അതൊന്നുമില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ വെറും ഉപഭോഗ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. കൃഷി പോലും ഇല്ല. ഒരു മന്ത്രി പറഞ്ഞ എന്താണ്, തമിഴ്നാട്ടിൽ അരിയുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് പേടിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞു. അപ്പം കൃഷിയുടെ കാര്യം ഇപ്പം കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാന മേഖല എന്ന് പറഞ്ഞാൽ കൃഷിയും വ്യവസായവുമാണ്. കൃഷി കേരളത്തിൽ പൂജ്യമായി മാറിക്കൊണ്ടിരിക്കും. വ്യവസായത്തിൻ്റെ കാര്യവും തടയുക. പിന്നെ എങ്ങനെ കേരളത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും? സാറ് കൊറോളിങ്ങാട് ഒരു ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിമ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം എന്നാ സാറേ? കൊറോളിങ്ങാട് ഗാന്ധി എന്ന ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള ആളുകൾ ഒത്തുചേർന്ന് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിമയുടെ പണികൾ പയ്യന്നൂർ പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു 13-14 ലക്ഷം രൂപ ചിലവ് വരും പരിപാടിക്ക്. ഞങ്ങളെല്ലാം കൂടെ നോക്കിയിട്ട് ഒരു 9-9 ലക്ഷം രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി പൈസയുടെ പ്രശ്നമുണ്ട്. പിന്നെ ഞങ്ങളൊരു ഉദ്ഘാടകനെ ശ്രമിച്ചായിരുന്നു. ഞങ്ങൾ ഗവർണർ ആരിഫ് ഖാനെ കൊണ്ട് ഉദ്ഘാടനം അനാച്ഛാദനം ചെയ്യാൻ ആദ്യം പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്തിലെ മെമ്പർ എല്ലാവരും കൂടി ആലോചിച്ചിരുന്നു. പക്ഷേ അത് രാഷ്ട്രീയ കാരണങ്ങൾ അദ്ദേഹത്തിന് പോലീസ് ക്ലിയറൻസ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നീണ്ടുപോകുന്നു. ഞങ്ങൾ ഇനിയിപ്പോൾ അതിനുവേണ്ടി കാക്കുന്നില്ല. ഏതെങ്കിലും ഒരു അനുയോജ്യനായ വ്യക്തിയെ കൊണ്ട് ജനുവരിയിൽ തന്നെ ആ കാര്യം നിർവഹിക്കാനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. സാർ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നടന്ന ഏതൊക്കെ സ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്? ഞാൻ വാർധാശ്രമത്തിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അതുപോലെ ഗാന്ധിജിയെ ട്രെയിനിൽ തള്ളിയിട്ടൊരു സംഭവം ഉണ്ട്. അത് ഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നത്. മാർട്ടിൻ ലൂതർ കിങ് ഗാന്ധി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന 2018 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി വെച്ച് രൂപീകരിച്ചു. ആ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞ വർഷം 2023 ജൂൺ 10 ദക്ഷിണാഫ്രിക്കയിലെ ജോഹാനസ്ബർഗിൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അടുത്ത ഒക്ടോബർ മാസത്തിൽ അമേരിക്കയിലെ വാഷിങ്ടണിൽ വെച്ച് ഈ ഗാന്ധി കിങ് ഫൗണ്ടേഷൻ്റെ വേറൊരു കോൺഫറൻസ് നടക്കുകയാണ്. അപ്പോൾ ഗാന്ധിയുടെയും മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയും ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ആ സംഘടനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇപ്പോൾ യുദ്ധരഹിതമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലോകത്ത് അവതരിപ്പിക്കുന്നു. ശാന്തിയും സമാധാനവും, അതാണ് സംഘടനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതാരാ അതിൻ്റെ ഫൗണ്ടർ? ഫൗണ്ടർ യൂണിവേഴ്സിറ്റി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏതാനും പ്രൊഫസർമാരും കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഒരു GBD പ്രസാദ് എന്ന് പറഞ്ഞ ആൾ, പിന്നെ അമേരിക്കൻ ഇന്ത്യക്കാരായ ആളുകളെല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള അടുത്ത കോൺഫറൻസ് മറ്റ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു സഹായത്തോടുകൂടിയായിരിക്കും നടക്കാൻ പോകുന്നത്. വാഷിങ്ടണിൽ 2024 ഒക്ടോബർ മാസം നടക്കുന്നത്. ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഗാന്ധി സ്റ്റഡീസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്? ഞാൻ ഡിപ്പാർട്ട്മെൻറ്റുമായി പലതവണ ബന്ധപ്പെട്ടുള്ള ആളാണ്. അവിടെ വിദ്യാർത്ഥികൾ ആ കോഴ്സ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഡിഗ്രിയും ലഭിക്കാറുണ്ട്. അതിലുപരിയായി ഒരു ഗാന്ധിയൻ ആക്ടിവിസ്റ്റുകളായി ആ കുട്ടികളാരും മാറുന്നതായി കാണുന്നില്ല. അവർക്കൊരു ഡിഗ്രി വേണം, അത് വളരെ എളുപ്പത്തിൽ
ഇതുവഴി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കിട്ടും. അല്ലാതെ ഒരു ഗാന്ധി മാർഗ പ്രവർത്തകരായി അവിടെ നിന്നുള്ള കുട്ടികൾ മാറുന്നവർ വളരെ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ കുറച്ച് പേരേ ഉള്ളൂ. പീസ് ഫൗണ്ടേഷൻ, ഗാന്ധി ഭവൻ, ഇങ്ങനെ ഒരുപാട് ഗാന്ധിയൻ സംഘടനകളുണ്ടല്ലോ, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അതെല്ലാം ഓരോരുത്തരും ഓരോ എഡീഷൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ഇത് തമ്മിലൊന്നൊരു പരസ്പരം ബന്ധങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അവർ കൂടുതലായിട്ടും ഈ പബ്ലിക്കേഷൻ, ഈ ഗാന്ധിയുടെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ അവതരിപ്പിക്കുക അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത്. ഒരു ഏകോപനം ഇങ്ങനെയുള്ള സംഘടനകൾ തമ്മിൽ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വിവിധ സംഘടനകളുണ്ട്. ഇപ്പോൾ ഹരിയൻ സേവാ സംഘമുണ്ട്, ഗാന്ധി പീസ് ഫൗണ്ടേഷനുണ്ട്, ഈ മധ്യനിരോധന സമിതികളുണ്ട്, നിരവധി സമിതികളുണ്ട്. ഗാന്ധിയൻ ആശയങ്ങൾ പിൻപറ്റുന്ന നിരവധി, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള നിരവധി സംഘടനകളുണ്ടെങ്കിൽ പോലും അവയൊന്നും കാര്യമായി ഒരു ഏകോപനമില്ല. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾ വലിയ അപജയം നേരിടുന്നൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ്. പീസ് സ്റ്റഡീസ് അതിപ്പോൾ ലോകത്തൊട്ടാകെ പല യൂണിവേഴ്സിറ്റികളും അത് പാഠ്യവിഷയമാണ്. അതൊരു ഗാന്ധിയൻ കൺസെപ്റ്റാണ് പീസ് എന്നുള്ളത്. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാൻ ഇന്ത്യയിലെ ലോകത്തിലെ വിവിധ സർവകലാശാലകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം ജപ്പാനിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ ആ രീതിയിലുള്ള പഠന ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ പ്രഗത്ഭരായ ആളുകൾ, പ്രൊഫസർമാർ ഈ രംഗത്ത് സേവനം ചെയ്യുന്നുണ്ട്. വിദേശികൾക്ക് ഗാന്ധിയെക്കുറിച്ച് കൂടുതൽ മതിപ്പ് അവർ മനസ്സിലാക്കി വരുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മളെക്കാൾ ഇന്ത്യക്കാരേക്കാൾ കൂടുതലായി പ്രത്യേകിച്ച് വിവരം ലഭിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾ, ഗാന്ധിയെ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും പ്രസക്തിയും പ്രാധാന്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്കാർക്ക് അത് ഉണ്ടാകുന്നില്ല. ഇന്ത്യക്കാർക്ക് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ അത് അവരിലേക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടെ ആരും തയ്യാറാകുന്നില്ലെന്നാണ്. ഭരണകൂടങ്ങളും അതുപോലുള്ള ആളുകളും തയ്യാറാകുന്നില്ലെന്നാണ് വാസ്തവം. വളരെ സന്തോഷകരമായ ഒരു സത്കർമ്മത്തിൽ പങ്കെടുത്തതിൻ്റെ ആനന്ദവുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. 1947 സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ ഡൽഹിയിൽ അരങ്ങേറിയ അവസരങ്ങളിൽ ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ ഗാന്ധിജിയോട് ചോദിച്ചു, ഗാന്ധി, അങ്ങ് എന്ത് സന്ദേശമാണ് നാട്ടുകാർക്ക് നൽകുവാൻ പോകുന്നത്?
അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, അല്ലാതെ ഒന്നും എനിക്ക് പറയാനില്ലെന്നാണ് ആ ബ്രിട്ടീഷ് പത്രപ്രവർത്തകനോട് ഗാന്ധിജി പറഞ്ഞു. ഗാന്ധിജി പശുവിൻ്റെ സംരക്ഷണം മുതൽ ന്യൂക്ലിയർ ബോംബ് വരെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ള ലോകത്തിലെ ഏക നേതാവ്. അദ്ദേഹം മേൽവസ്ത്രം മുതൽ എല്ലാ അധികാരങ്ങളോടും വിട പറഞ്ഞു, അതിൽ വേണ്ടെന്ന് പറഞ്ഞു. തൻ്റെ ജീവിതം മുഴുവൻ ലോകത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു കർമ്മയോഗിയാണ്. ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ പറയുകയുണ്ടായി, ഗാന്ധിജിയെ പോലൊരു മനുഷ്യൻ, മഞ്ഞയും മാംസമുള്ളൊരു മനുഷ്യൻ ജീവിച്ചിരുന്നുവെന്ന് ഭാവി തലമുറ ഒരുപക്ഷെ വിശ്വസിക്കില്ല. അത്രയും ശ്രേഷ്ഠമായിരുന്ന ജീവിതം, തീർത്ഥം പോലെ ശുദ്ധമായിരുന്നു, അതുപോലെ സ്ഫടികം പോലെ സുതാര്യമായിരുന്നു. ആ സ്മരണ പുതുക്കുവാനും അദ്ദേഹത്തെ ആദരിക്കുവാനും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൻപറ്റുവാനുമുള്ള കുറവിലങ്ങാട്ടുകാരുടെ ഒരു സ്വപ്നമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകളെ സ്മരിക്കേണ്ടത് എൻ്റെ കടമയാണ് ഞാൻ കരുതുന്നത്. 86 വയസ്സുകാരൻ മഞ്ഞപ്പള്ളി മാണി സാർ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ചു ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ ഇന്ത്യൻ ഡിഫൻസ് സർവീസിൽ സേവനമനുഷ്ഠിച്ച 79 വയസ്സുകാരൻ ശ്രീ PM ജോസഫ് പഴയപുരയ്ക്കൽ ഇതിനുവേണ്ടി നിരവധി ദിവസങ്ങൾ നമ്മളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതിമ സ്ഥാപിക്കൽ പരിപാടി വിജയകരമായി നടപ്പിലാക്കുന്നതിന് തോടോടൊപ്പം പ്രവർത്തിച്ച ശ്രീ PS പ്രസന്നൻ അവരോടും, അതോടൊപ്പം ഞങ്ങളോടൊപ്പം ഈ സമിതിയോടൊപ്പം പ്രവർത്തിച്ച ശ്രീ ജോർജ് കുട്ടി നിധീരി, ശ്രീ ജോണപ്പൻ, അതുപോലെ ശ്രീ വി ചെറിയൻ, ശ്രീ VT ജോസഫ്, അങ്ങനെ നിരവധിയായ ആളുകളുണ്ട്. അവരെയെല്ലാം ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടി അല്ലെങ്കിൽ ഈ പ്രതിമ സ്ഥാപക പരിപാടി നടപ്പിലാക്കുവാൻ ഏറ്റവും കാര്യമായി പ്രവർത്തിച്ചിട്ടുള്ള കുറവിലങ്ങാട് പഞ്ചായത്ത്, ആ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുവാദത്തോടും അവരുടെ നേതൃത്വത്തോടും കൂടിയാണ് നമുക്ക് ഇവിടെ പ്രതിമ സ്ഥാപിക്കുവാൻ സാധിച്ചത്. അതിനുവേണ്ടി വളരെ അടുത്ത സഹപ്രവർത്തകനായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ T ജോസഫ്, കോൺഗ്രസ് നേതൃരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സജീവ സാന്നിധ്യമായിട്ടുള്ള സഹോദരൻ ടോമി കല്ലാനി, കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ഉപദേഷ്ടാവായിട്ടുള്ള ബഹുമാന്യനായ തോമസ് കണ്ണന്തരം, വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് ഇന്ന് ലോകം നേരിടുന്ന, രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി എന്താണ് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയിലേക്ക് മടങ്ങുക എന്ന മറുപടിയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. നമുക്കാർക്കും ഗാന്ധിജിയാകാനാകില്ല.
അസാധാരണമായ സമാനതകളില്ലാത്ത വ്യക്തിത്വമാണ് ഗാന്ധിജിയുടേത്. പക്ഷെ ഗാന്ധിയൻ ആദർശങ്ങളോട് പരമാവധി നീതി പുലർത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഗാന്ധിയൻ ആദർശങ്ങൾ തലമുറകളിലേക്ക് പകർന്നു നൽകുക. നമ്മുടെ ജീവിതത്തിൽ ഗാന്ധിജി ഉയർത്തിയ മൂല്യങ്ങൾ പരിപാലിക്കുന്നതിന് അങ്ങേയറ്റം ആത്മാർത്ഥമായി ശ്രമിക്കുക. നമുക്കെല്ലാം കരണീയമായിട്ടുള്ളത് പകർന്നു നൽകാനും അവരെ പ്രചോദിപ്പിക്കാനും കഴിയുന്ന രീതിയിൽ ഇവിടെ ഈ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുന്നേ എടുത്ത കുറവിലങ്ങാട് പഞ്ചായത്തിനെയും ഗാന്ധിജി പ്രതിമ സ്ഥാപക സമിതിയെയും നമ്മുടെ ദൗത്യം പൂർണ്ണമാകുന്നില്ല. ചുരുങ്ങിയ പക്ഷം കുറവിലങ്ങാട് പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളെ ഗാന്ധിയൻ ചിന്തയാൽ, ഗാന്ധിയൻ മൂല്യങ്ങളാൽ, ഗാന്ധിയൻ ജീവിത ദർശനങ്ങളാൽ സമ്പന്നമാക്കുന്നതിന് പഞ്ചായത്തിന്റെയും ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമസ്ത ജനങ്ങളെയും പങ്കാളികളാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ കൂടി ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ജോസ് മാത്യു സാറ് പറഞ്ഞത് എത്രയോ പ്രസക്തമാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ലോകത്തിൽ ഒറ്റ ഗാന്ധിയെ അഡ്വർടൈസ്മെന്റ് പറഞ്ഞതിന് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. രക്തവും മാംസവുമുള്ള ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിച്ചിട്ടില്ല. വരും തലമുറയ്ക്ക് ഭാവി കാലത്തിന് അവിശ്വസനീയമായ അസാധാരണമായ വ്യക്തിത്വമായിരുന്നു ഗാന്ധിജി. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. ഗാന്ധിയൻ ശൈലി ലോകത്തിന്റെ പല ഭാഗത്തും ഭരണമാറ്റം ഉണ്ടായത് സായുധ കലാപത്തിലൂടെ ആയിരുന്നെങ്കിൽ, രക്തരൂക്ഷിതമായ കലാപത്തിലൂടെയോ അട്ടിമറിയിലൂടെയോ ആയിരുന്നെങ്കിൽ, യുദ്ധങ്ങളിലൂടെ ആയിരുന്നെങ്കിൽ നമ്മുടെ മഹത്തായ ഭാരതം സ്വാതന്ത്ര്യം നേടിയത് ഗാന്ധിജിയുടെ ധന്യമായ നേതൃത്വത്തിന് കീഴിൽ മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സമാനതകളില്ല. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളെ ഇന്ത്യൻ മണ്ണിൽ നിന്നും പുറന്തള്ളുന്നതിന് ആയുധമെടുക്കാതെ, കലാപമുയർത്താതെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, ധാർമ്മികതയുടെ, സഹിഷ്ണുതയുടെ, സഹനത്തിന്റെ, മനുഷ്യ സ്നേഹത്തിന്റെ പാതയിലൂടെ ഗാന്ധിജി നയിച്ച സമരം തലമുറകൾക്ക് പകർന്നു നൽകേണ്ടതാണ്. സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും, ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ത്യാഗപരമായ സ്വാതന്ത്ര്യ സമരം, അതോടൊപ്പം തന്നെ ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രാജ്യത്തിന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രം കൈവരിച്ചാൽ പോരാ, സാമൂഹ്യ സ്വാതന്ത്ര്യവും കൈവരിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി ഗാന്ധിജി ദീർഘവീക്ഷണത്തോടുകൂടി ആവിഷ്കരിച്ച കർമ്മ പദ്ധതികൾ. രാജ്യത്തിന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയാൽ മാത്രം പോരാ, സാമൂഹ്യ തിന്മകളിൽ നിന്നും രാജ്യം മോചിപ്പിക്കപ്പെടണം.
സാമൂഹ്യ അനീതി അവസാനിപ്പിക്കണം. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ച നീചത്വം അവസാനിപ്പിക്കണം. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, മറ്റ് സങ്കുചിത താല്പര്യങ്ങളുടെ പേരിൽ രാജ്യത്ത് വളർന്നു വരുന്ന മനുഷ്യനെ സ്നേഹിക്കാത്ത, മനുഷ്യത്വത്തിന് നിരക്കാത്ത തെറ്റായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കപ്പെടണം. മഹാപ്രസ്ഥാനമായി സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന അയിത്തം തുടങ്ങിയ അനാചാരം, മനുഷ്യന് തൊട്ടുകൂടായ്മ കൽപ്പിക്കുന്ന അയിത്തം തുടങ്ങിയ അനാചാരങ്ങൾ ഇല്ലാതെ വരുത്തേണ്ടത് ആവശ്യമാണ്. മനുഷ്യന്റെ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. നമുക്കറിയാം, വൈക്കം സത്യാഗ്രഹം പോലെയുള്ള കർമ്മ പദ്ധതികൾ സാമൂഹ്യ വിപ്ലവത്തിലേക്ക്, രാജ്യത്തിന്റെ നവോത്ഥാനത്തിലേക്ക് നയിച്ച മഹാമുന്നേറ്റങ്ങൾക്ക് ആശയം പകർന്നത്, പ്രചോദനം നൽകിയത്, പ്രേരണ നൽകിയത് ഗാന്ധിജിയുടെ കർമ്മ ചൈതന്യമായിരുന്നു എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. കോൺഗ്രസിന്റെ കാക്കിനടെ സമ്മേളനത്തിൽ അയിത്തോച്ചാടനം ഒരു കർമ്മ പദ്ധതിയായി ഗാന്ധിജി മാറ്റുകയായിരുന്നു. ആദരണീയനായ ടി.കെ. മാധവൻ കേരളത്തിൽ നിലനിന്നിരുന്ന ഉച്ച നീചത്വങ്ങളെ കുറിച്ച്, മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച്, മനുഷ്യന് തൊട്ടുകൂടായ്മ കൽപ്പിക്കുന്ന സാമൂഹിക അനീതിയെ കുറിച്ച് ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതൊരു വലിയ പ്രേരക ഘടകമായിരുന്നു. കാക്കിനടെ കോൺഗ്രസ് സമ്മേളനം അയിത്തോച്ചാടനം കർമ്മ പദ്ധതിയായി അംഗീകരിക്കുകയും സത്യഗ്രഹ നടപടികൾക്കായി കോൺഗ്രസ് നേതൃത്വത്തിന് അനുമതി നൽകുകയും ചെയ്യുകയായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം ഗാന്ധിയൻ ആദർശങ്ങൾ കൊണ്ടുകൊണ്ട് തന്നെ ആദരണീയനായ കേളപ്പജിയുടെ നേതൃത്വം നടന്നിട്ടുള്ള ഗുരുവായൂർ സത്യാഗ്രഹം, ശ്രീ കൃഷ്ണപിള്ളയും ശ്രീ A.K.G.യും ഒക്കെ ആ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. വടകരയിൽ ചേർന്ന KPCC യോഗ തീരുമാനമനുസരിച്ചിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി മുന്നോട്ട് പോയത്. അതുപോലെ രാജ്യത്തുടനീളം വന്നിട്ടുള്ള അയ്യങ്കാളിയുടെ നേതൃത്വത്തിലുള്ള മുന്നേറ്റം, മറ്റ് സാമൂഹിക പരിവർത്തന തലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ചാവറ ഏലിയാസ് അച്ഛന്റെ പ്രവർത്തനങ്ങൾ, വക്കം മൗലവിയുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഈ തരത്തിൽ കേരളത്തെ സാമൂഹ്യമായി നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിനും ഗാന്ധിയൻ ചിന്തകൾക്ക്, ഗാന്ധിയൻ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം തിരുവിതാംകൂറിൽ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചത്, അതിലേക്ക് എത്തിച്ചത് ഗാന്ധിയൻ മൂല്യങ്ങളിൽ നടത്തിയ സത്യാഗ്രഹ സമരങ്ങൾ. വൈക്കം സത്യാഗ്രഹം ഒരു സമൂഹത്തിന്റെ മുന്നേറ്റമായി മാറി. സവർണ ജാഥ നടത്തിയ ആദരണീയനായ മന്നത്ത് പത്മനാഭനെ, KP കേശവമേനോനെ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനെ, കേളപ്പജിയെ, അതുപോലുള്ള ഐതിഹാസികമായി സമരത്തിന്റെ മുൻപ് നിന്നിട്ടുള്ള ശ്രേഷ്ഠ പുരുഷന്മാരെ, മഹാന്മാരായ ആളുകളെ നാം കൊടുക്കുന്നു. ഗാന്ധിയൻ ചിന്ത രാജ്യത്തെ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല മാറ്റങ്ങൾക്ക് ഇടവരുത്തിയത്, സാമൂഹ്യ തലത്തിലും മാറ്റങ്ങൾ ഇടവരുത്തി. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും തന്റെ അനുഭവങ്ങളുമായി ഗാന്ധിജി മടങ്ങി വന്നു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായെങ്കിലും ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള വരവോടുകൂടിയാണ് കോൺഗ്രസ് ഒരു മഹാപ്രസ്ഥാനമായി മാറുന്നത്. 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജിയുടെ വരവ്, ഇന്ത്യയിൽ ജനതയുടെ നിരവധി പ്രശ്നങ്ങൾ ഗാന്ധിജി ഏറ്റെടുത്തു. ചമ്പാരനിലെ നീല കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ട് മാനസികമായി പ്രയാസപ്പെട്ട ഗാന്ധിജി നീലം കർഷകരുടെ മേൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നടന്നിരുന്ന ചൂഷണ വ്യവസ്ഥയെ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു.
മഹാരാഷ്ട്രയിലെ കേരളയിൽ നടന്ന കർഷക പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഗാന്ധി ശ്രമിച്ചു. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യമായി അഹമ്മദാബാദിൽ ലേബർ യൂണിയൻ രൂപീകരിക്കാൻ പ്രേരണ കൊടുത്തത് മഹാത്മാഗാന്ധിയായിരുന്നു. മുതലാളിമാരുടെ കീഴിൽ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ അനുഭവിച്ചിരുന്ന ആ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ അവസാനിപ്പിക്കുന്നതിന്, അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഗാന്ധിജി ശക്തമായ മുന്നേറ്റത്തിന് നേതൃത്വം നൽകി. ഈ ഭരണകൂടത്തിന്റെ അനീതി, റൗലറ്റ് ആക്ട്, പൗരാവകാശങ്ങൾ നിഷേധിക്കുന്ന റൗലറ്റ് ആക്ടിനെതിരെ ആദ്യമായി ഹർത്താലിന് ആഹ്വാനം നൽകിയത് ഗാന്ധിജിയായിരുന്നു. ആദ്യം മാർച്ച് 30-ന് 1919 മാർച്ച് 30-നായിരുന്നു ഹർത്താൽ ആഹ്വാനം ചെയ്തത്. പിന്നീട് അത് ഏപ്രിൽ 6-ലേക്ക് മാറ്റി. പക്ഷേ പ്രാക്ടിക്കലായി, പ്രായോഗികമായി 30-നും ഹർത്താൽ നടന്നിരുന്നു. ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊല ഇന്ത്യൻ ജനതയുടെ സമരോത്സുകത വർദ്ധിപ്പിച്ച് ജ്വലിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയുള്ള സമരങ്ങൾ, ഗാന്ധിജിയുടെ ഓരോ നടപടികൾ പരിശോധിച്ചാലും അതൊന്നും സമാനതകളില്ലാത്തതാണ്. നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ഖിലാഫത്ത് മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം, ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള കർമ്മ പദ്ധതിയിലൂടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്നും നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷം ആസാദി കാ അമൃത് മഹോത്സവമായി ആഘോഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകൾ നമ്മുടെ രാജ്യത്തിന് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി, ഗാന്ധിജിയുടെ ധന്യമായ ചൈതന്യധന്യമായ നേതൃത്വം എങ്ങനെ അതിന് പ്രയോജനകരമായി, എങ്ങനെ ഫലപ്രദമായി എന്നത് പഠിക്കേണ്ടത് അനിവാര്യമാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതം, ബ്രിട്ടീഷ് ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഭരണാധികാരികൾ പലരും ചിന്തിച്ചു, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകും, ഇന്ത്യയെ നയിക്കാൻ കേൾപ്പുള്ള നേതാക്കൾ ഇന്ത്യയിൽ ഉണ്ടോ? ജാതി മത വർഗ വർണ്ണങ്ങളാൽ വിഭജിച്ചു കിടക്കുന്ന ഇന്ത്യ ജനങ്ങളെ യോജിക്കില്ല എന്നവർ കരുതി, ഐക്യപ്പെടില്ല എന്നവർ കരുതി. ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യൻ നേതാക്കൾക്ക് സാധ്യമല്ല എന്ന് കരുതിയ ബ്രിട്ടീഷ് നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ആ തരത്തിലുള്ള സർവ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടാണ് ഗാന്ധിയൻ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടന രൂപവൽക്കരിക്കപ്പെട്ടു. ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റം ഫലപ്രദമായി മുന്നോട്ട് പോയി. ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടുകൂടി ഓരോ ഭാരതീയനും തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ സാധിക്കുന്ന വിധം ഇന്ത്യൻ ജനാധിപത്യം വിജയകരമായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ സർവമൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം. കോൺഗ്രസിന് മഹാഭൂരിപക്ഷം. ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 364 സീറ്റുമായിട്ടാണ് കോൺഗ്രസ് ജയിച്ചത്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നു. അന്ന് പ്രധാന പ്രതിപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് 16 ലോക്സഭാ സീറ്റുകളാണ്. അംഗീകൃതമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാനുള്ള അംഗബലമില്ലാതിരുന്നെങ്കിലും ജനാധിപത്യവാദിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ആദരണീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് AK ഗോപാലനെ നാം AKG എന്ന് സ്നേഹപൂർവ്വം ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന AKGയെ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതൃപദവിയും അംഗീകരിച്ചു, ആദരിച്ചു. രാജ്യം എവിടെ എത്തി നിൽക്കുന്നു? ഞാനാലോചിക്കും, ഞങ്ങളൊക്കെ പാർലമെന്റിലേക്ക് ചെന്നത് പിൽക്കാലത്താണ്. ഞാൻ പാർലമെന്റിലേക്ക് ചെല്ലുമ്പോൾ കോൺഗ്രസ് ഇതര ഗവൺമെന്റാണ് അധികാരത്തിലുള്ളത്. പക്ഷേ മൊറാർജി ദേശായി അധ്യക്ഷ പ്രധാനമന്ത്രിയായിട്ടുള്ള ആ ഗവൺമെന്റിന്റെ കാലത്തും ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച പാർലമെന്ററി മൂല്യങ്ങൾ പാലിക്കപ്പെട്ടു എന്നുള്ളത് അഭിമാനത്തോടുകൂടി. ഞാൻ
ഞാനൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഈ അവസരത്തിൽ മുതിരുന്നില്ല, അത് ശരിയുമല്ല. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തി പിടിച്ചു നിന്ന ജനാധിപത്യ ഭാരതം, നമ്മുടെ പാർലമെന്റ് ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം ജനാധിപത്യപരമായി അപേക്ഷണീയമായ തലത്തിലല്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പാർലമെന്റിൽ സർക്കാരിനെ വിമർശിക്കുന്നവരുടെ പ്രസംഗം രേഖയിൽ നിന്നും നീക്കം ചെയ്യുക, അവരെ അയോഗ്യരായി പ്രഖ്യാപിക്കുക, പാർലമെന്റിൽ സർക്കാരിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ സസ്പെൻഡ് ചെയ്യുക, 143 എംപിമാരെ സസ്പെൻഷനിൽ നിർത്തിയ ഇതുപോലൊരു കാലഘട്ടം ലോകത്തിന്റെ മുന്നിൽ ഭാരതം തലപിടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ശുഭകരമായ തരത്തിലുള്ള കാര്യങ്ങളല്ല പോകുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഭരണഘടനയാണ് നമ്മുടേത്. മതേതരത്വം നമുക്ക് പ്രാണവായുമാണ്. നിർഭാഗ്യവശാൽ ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങൾ ചവിട്ടി വെട്ടിക്കപ്പെടുന്ന സാഹചര്യം കാണാൻ സാധിക്കും. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഗാന്ധിജി നേതൃത്വം നടത്തിയ ഐതിഹാസികമായ സമരം, ആ സമരത്തെ തുടർന്ന് ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ, ഭാരതം ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ മതേതര മൂല്യങ്ങൾ, അതിനെല്ലാം കടുത്ത വെല്ലുവിളി ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ ഗാന്ധിജിയെ തന്നെ തമസ്കരിക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ. ഗാന്ധി ഘാതകനായ നാഥുറാം ഗോഡ്സെയെ പുണ്യപുരുഷനായി അവതരിപ്പിക്കാനുള്ള തെറ്റായ നീക്കങ്ങൾ, ഗോഡ്സെയുടെ പേരിൽ ക്ഷേത്രങ്ങൾ പോലും പടുത്തുയർത്തുന്ന ഒരു സാഹചര്യം, ഗാന്ധിജിയെ ഇകഴ്ത്താനും ഗോഡ്സെയെ മഹത്വവൽക്കരിക്കാനും നടത്തുന്ന ഈ ശ്രമങ്ങൾ ജനാധിപത്യ ഭാരതത്തിന് തെല്ലും ഭൂഷണമായിട്ടുള്ളതല്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പുതിയ തലമുറയെ ഗാന്ധിയൻ മൂല്യങ്ങളിലേക്ക് വഴിതിരിച്ചു വരേണ്ടത് ആവശ്യമാണ് എന്ന് പറയുന്നത്. കാരണം സംഘടിതമായി സത്യത്തെ തമസ്കരിക്കാൻ, ധർമ്മത്തെ തമസ്കരിക്കാൻ, ധാർമ്മികതയെ തമസ്കരിക്കാൻ, ജീവിത മൂല്യങ്ങളെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപോകുന്ന ഈ സന്ദർഭത്തിൽ മൂല്യങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ ധാർമ്മികത, ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി ധാർമ്മികതയാണ്. ആ ധാർമ്മികതയെ തകർക്കുന്ന, രാജ്യത്തിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്ന, രാജ്യത്തെ അഴിമതിയിലേക്ക് നയിക്കുന്ന, രാജ്യത്തെ അക്രമത്തിലേക്ക് നയിക്കുന്ന, മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആപൽക്കരമായ തലങ്ങളിൽ വളർന്നു വരുന്നു എന്നുള്ളത് സാമ്പത്തിക രംഗത്ത് ഉച്ചനീചത്വങ്ങളുടെ ഒരു കാലമായി മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ സമ്പത്ത് വൻകിട കുബേരന്മാർ, കോർപ്പറേറ്റുകൾ കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യം, അത് ചോദ്യം ചെയ്യാൻ പോലും പാർലമെന്റിനെ അനുവദിക്കാത്ത ഒരു സ്ഥിതിവിശേഷം, ചുരുക്കി തമസ്കരിക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകും. രാഷ്ട്രീയ താല്പര്യത്തിന്റെ പിടിയിൽപ്പെട്ട് നമ്മുടെ ഭാരതം മുൻകാലങ്ങളിൽ സമാർജിച്ച ആ മഹത്വം തമസ്കരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. പോരായ്മകൾ ഉണ്ടാകാം, എല്ലാം തികഞ്ഞ സംവിധാനമില്ല, പോരായ്മകൾ ഉണ്ടാകാം. ആ പോരായ്മകൾ ജനാധിപത്യപരമായി ചർച്ചയിലൂടെ, കൂട്ടായ ചർച്ചയിലൂടെ പരസ്പരം തിരിച്ചറിഞ്ഞ് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ജനാധിപത്യപരമായ. അതുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യത്തിലേക്ക് നയിക്കാൻ ധാർമ്മിക കരുത്തുമായി ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന നല്ല ഭരണ സംവിധാനങ്ങൾ
മെച്ചപ്പെട്ട രീതിയിൽ വളർന്നു വരാൻ, ജനങ്ങളെ കൊള്ളയടിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ, അധാർമികമായ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താൻ, നീതിയുടെ, സത്യത്തിന്റെ, ന്യായത്തിന്റെ, സാമൂഹിക സമത്വത്തിന്റെ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാൻ ഗാന്ധിയൻ ദർശനങ്ങൾ കൂടുതലായി പകർന്നു നൽകുക, ശക്തിപ്പെടുത്തുക, അത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്, ആവശ്യമാണ് എന്നെടുത്തു പറഞ്ഞുകൊണ്ട് അതിലേക്കുള്ള ഒരു സംഭാവനയാണ് ഇന്നത്തെ പ്രതിമ. അതുകൊണ്ട് പ്രതിമ സ്ഥാപിച്ചു എന്നുള്ളത് ഏറ്റവും നല്ല കാര്യം. ആ മഹാകാര്യം ചെയ്ത നല്ല മനുഷ്യരെ, പഞ്ചായത്തിനെ, ജോസ് മാത്യു സാറിനെ, മറ്റു സംഘാടകരെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ സംഘടിതമായി ഒരു മേഖല, കുറുവലങ്ങാട് പഞ്ചായത്ത് ഒരു പ്രവർത്തന മേഖലയായി ഏറ്റെടുത്തുകൊണ്ട് ഗാന്ധിയൻ മൂല്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക്, തലമുറകൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു പ്രോജക്റ്റ് കൂടി അനുബന്ധമായി രൂപവൽക്കരിക്കണം, തയ്യാറാക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി മഹാനായ ഗാന്ധിജിയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ, ആദർശങ്ങൾക്ക് മുന്നിൽ നിങ്ങളോടൊപ്പം ഞാനും തല ഉയർത്തും, ഞാനും തലകുനിക്കുന്നു, ശിരസ് നമിക്കുന്നു. ആ ആദർശങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകട്ടെ, പുലരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി ചെയ്യുന്നതിന് സംവിധാനം ചെയ്ത ദൈവപരിപാലനയ്ക്ക് നന്ദി പറയട്ടെ. അതിന് പിന്നിൽ പ്രവർത്തിക്കാനായിട്ട് സാരഥ്യത്തിന്റെ രൂപത്തിൽ വന്ന പഞ്ചായത്ത് തലത്തിലുള്ള അധികാരികൾക്കും ജോസ് മാത്യു സാറിന്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾക്കും വളരെ കമനീയമായ വിധത്തിൽ അത് രൂപകൽപ്പന ചെയ്ത ഉണ്ണി കാനായിക്കും അതിനോട് സഹകരിച്ച ഹിതയാംശികൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായി. ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഉള്ള സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഗാന്ധിയൻ ദർശനത്തോടുള്ള എൻ്റെ വ്യക്തിപരമായ സമീപനം. വളരെയേറെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളത് ബൈബിളും സഭാചരിത്രവും കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഗാന്ധിയൻ ദർശനങ്ങളാണ്. അപ്പൊ അത് മിഴിവോടുകൂടി ഈ കാലഘട്ടത്തിൽ പ്രസരിക്കണമെന്ന ചിന്ത യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും സങ്കുചിതമായ ചിന്തയും കൂടാതെ സുധീരൻ സാർ പറഞ്ഞതുപോലെ തന്നെ സുധീരമായി വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. രണ്ടാമത്തെ, ഒരു മതത്തിന്റെ ആചാര്യൻ എന്ന രീതിയിൽ ഈ സമ്മേളനത്തിൽ സംസാരിക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ടപ്പോൾ എന്റെ ക്ഷണിച്ചത് ഇവിടുത്തെ വികാരിയച്ഛൻ എന്ന രീതിയിലാണ്. ഞാൻ കൊടുത്തു എന്ന് പറയുന്ന ചെറിയ സംഭാവന ഈ ഇടവകയുടേതാണ്. വ്യക്തിപരമായി എനിക്കൊന്നുമില്ല. എനിക്ക് എൻ്റെ ഇടവകയാണ്, എൻ്റെ സമൂഹമാണ്. കുറവലങ്ങാട് പ്രദേശം യാതൊരു വ്യത്യാസവും കൂടാതെ ഈ പ്രദേശത്തെ എല്ലാ ആളുകളെയും എൻ്റെ സഹോദരന്മാരായി കാണേണ്ട ഒരു ചിന്ത സൂക്ഷിക്കണം എൻ്റെ ഹൃദയത്തിൽ എന്ന് വിശ്വസിക്കുന്നയാളുമാണ്. അതിനോട് ചേർന്ന് VM സുധീരൻ സാറിന്റെ ആഗമനം എന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഒരു കാര്യം. ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അന്ന് കേരള നിയമസഭയുടെ സ്പീക്കറാണ് സുധീരൻ സാർ. ചൂല് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരുപക്ഷെ സുധീരൻ സാർ ഓർക്കുമെന്ന് നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അത് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അന്ന് ഞങ്ങൾ സെമിനാരി വിദ്യാർത്ഥികളെ ആലുവയില് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ ഓഗസ്റ്റ് 15-ാം തീയതി അഭിസംബോധന ചെയ്തപ്പോൾ ഇപ്പോൾ ഞാൻ കേട്ടിരുന്നത് പോലെ തന്നെ സാറിന്റെ പ്രസംഗങ്ങൾ കേട്ടിരുന്നു. രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് വളരെ കുറച്ച് അവസരമുള്ളൂ വൈദികർക്ക്. ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ ക്ഷണിക്കപ്പെടാറില്ല. ഞങ്ങൾ വന്നാൽ ആളുകൾ ചിന്തിക്കുകയും ചെയ്യും. രാഷ്ട്രീയം പഠന വിഷയമാക്കുന്ന ഒരാളുമാണ്. സാറെന്ന് എടുത്ത നിലപാടുകൾ സ്പീക്കർ എന്ന രീതിയിൽ ശൂല് എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ഈർക്കിളിയെ പ്രത്യേകമായ വിധത്തിന് വേർതിരിച്ചുകൊണ്ട് പ്രയോഗിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞത് എന്റെ മനസ്സിൽ ഗാന്ധിയൻ ദർശനങ്ങളോട് സമന്വയിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഇന്നും എന്റെ മനസ്സിലുണ്ട്. ചൂല് പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ
തിരഞ്ഞെടുപ്പ് ചിഹ്നമായി മാറിയത് സ്വാഭാവികമാണ്. അപ്പൊ സുധീരൻ സാർ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനൊക്കെ അകലെ നിന്ന് രാഷ്ട്രീയക്കാരെ പഠിക്കുകയും വീക്ഷിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഗാന്ധിയൻ ദർശനത്തിന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് ഞാനത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ദൃഷ്ടിയിൽ, എന്റെ പഠനത്തിൽ, എളിയ ചിന്തയിൽ ഈ ഗാന്ധിയൻ ദർശനം ജീവിതഗന്ധിയാക്കിയ രാഷ്ട്രീയ ആചാര്യന്മാരിൽ കേരളത്തിൽ ഒരു പ്രമുഖ സ്ഥാനം ഈ സുധീരൻ സാറിനുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. തീർച്ചയായിട്ടും അത് ജീവിതഗന്ധിയാകാൻ സാധിക്കത്തക്കയുള്ള ദർശനം ഈ സമൂഹത്തിലേക്ക് വരണം. ഗാന്ധി വിഭാവനം ചെയ്യുന്നതാണ് പറയുന്നത്, പ്രവർത്തിക്കുക. സുധീരൻ സാറ് പങ്കെടുക്കുന്ന മീറ്റിംഗിൽ ജോസ് മാത്യു സാറ് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചത്, ഞങ്ങൾക്ക് തിരുനാൾ ദിവസമാണ്, അച്ഛന്മാരുടെ ഉണ്ട്, എനിക്കറിയാം, എങ്കിലും പറഞ്ഞ കൃത്യസമയത്ത് സാർ എത്തും. 5 മണിക്ക് വെച്ചിട്ട് 5:30 തുടങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞില്ല, 5 പറഞ്ഞാൽ 5 തുടങ്ങിയിരിക്കും. ഗാന്ധിയൻ ദർശനത്തിന്റെ മിഴിവാർന്ന ആൾരൂപത്തിന്റെ പ്രായോഗിക ക്ഷമതയുള്ള പ്രവർത്തനത്തെ എങ്ങനെ കൊണ്ടുവരാം എന്ന് കാണിച്ചത് മിനിമത്തായി അത് സൂചിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു. ഞാനും അതിൽ ആകൃഷ്ടനായി തന്നെയാണ്. അതൊരു കാഴ്ചപ്പാട്. ഗാന്ധി മുമ്പോട്ട് വയ്ക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ അന്തരം ഉണ്ടാകാൻ പാടില്ല, പൊരുത്തപ്പെടണം. ആധുനിക സമകാലിക രാഷ്ട്രീയത്തിന്റെയും മതാത്മകതയുടെയും സാമുദായിക സാമൂഹിക ജീവിതത്തിന്റെയും ചുറ്റുപാടിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും കൂടാതെ സ്വീകരിക്കാൻ സാധിക്കുന്ന ദൈവികതയിലൂന്നിയ മാനുഷികതയുടെ ജനാധിപത്യപരമായ കാഴ്ചപ്പാട് ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ പൊരുത്തമുണ്ടാകണമെന്നത് ഗാന്ധിയ ദർശനത്തിന്റെ മറ്റൊരു വ്യാഖ്യാനത്തിന് ഇടമല്ലാത്ത സന്ദേശമാണെന്ന് തോന്നിപ്പോവുകയാണ്. ദൈവവിശ്വാസിയാണ്. പല വിധത്തിലുള്ള മതങ്ങൾക്ക് ജന്മം കൊടുത്ത ആർഷഭാരത സംസ്കാരത്തിൽ സർവാധിപത്യമുള്ള ദൈവത്തിന്റെ വിശ്വാസത്തെ ജനാധിപത്യത്തിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു വ്യവസ്ഥിതി പുലർത്താനായിട്ട് കഴിഞ്ഞ ലോകം കണ്ടിട്ടില്ലാത്ത പുതുമയാർന്ന ഒരു സംരംഭത്തിന് ഹിംസയിലൂടെ അഹിംസയിലൂടെ രൂപം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതിന്റെ വീഴ്ച അവകാശപ്പെടാൻ ഇവിടെ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭാവഭേദം കൂടാതെ ഓരോ ഭാരതീയരും അഭിമാനിക്കാൻ കഴിയുന്ന ദർശനമാണ് ഗാന്ധി വിഭാവനം ചെയ്തത് എന്നത് നമ്മെ ഉൾപുളകിതരാക്കുകയാണ്. ഗാന്ധിയുടെ ഒരു വീക്ഷണവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുള്ള ദീർഘിപ്പിക്കില്ല. സമരം ചെയ്ത സമരത്തെ കുറിച്ചൊക്കെ സാർ ഉൾപ്പെടെ പലരോട് പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പുലർച്ചയ്ക്ക് കാരണമായി തീർന്ന വലിയ സ്വാതന്ത്ര്യ സമരത്തെ പല കാര്യങ്ങളും സാർ വഴി എടുത്തെടുത്ത് പറഞ്ഞു. ഞാൻ അതിലേക്ക് ഒരു കാര്യം പറഞ്ഞതിൽ ഒരു കാര്യം ഉപ്പ് സത്യായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ സമൂഹത്തിലുണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നില് ഈ ആശയങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടപ്പോൾ ആളുകൾ പറഞ്ഞു ഉപ്പ് സത്യാഗ്രഹം അതെന്ന് വളരെ ചീപ്പാണ്, ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള ആര് ശ്രദ്ധിക്കാനാണ്. പക്ഷെ ഗാന്ധിജി പറഞ്ഞൊരു ദർശനമുണ്ട്. എല്ലാ മനുഷ്യരിലേക്കും നീങ്ങാനും എല്ലാ മനുഷ്യരെയും സ്പർശിക്കാനും കഴിയുന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് നമ്മൾ ആരംഭിക്കണം. മതത്തിന്റെ ആചാര്യൻ എന്ന രീതിയിൽ സമൂഹ സൃഷ്ടിക്ക് വേണ്ടി ദൈവദത്തമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ നിയോഗാർത്ഥം വിളിക്കപ്പെട്ടവനായി ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഏറ്റവും താഴെയിൽ കിടക്കുന്ന ആളുകളുടെ അഭിവൃദ്ധി ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ദർശനത്തോടുകൂടിയ സമീപനമാണ് പുലർത്തേണ്ടത് എന്ന കാഴ്ചപ്പാട് പ്രധാനം ചെയ്യും. ഒരു കൊച്ച് പറഞ്ഞതായി നമുക്കെല്ലാം അറിയാവുന്നത്, എന്തേ അങ്ങ് ഉടുപ്പിടാതെ എന്റെ അമ്മച്ചിയോട് പറഞ്ഞ് ഞാൻ ഉടുപ്പ് തയ്പ്പിച്ച് തരട്ടെ, ഗാന്ധിജിയോട് ചോദിച്ചു. കുഴപ്പമില്ല മോനെ, പക്ഷെ ഒരു ഉടുപ്പ് പോരാ, കുറെ കൂടെ ഉടുപ്പുകൾ വേണം. എന്തുമാത്രം വേണം? ഈ നാട്ടിലുള്ള രാജ്യത്തുള്ള എല്ലാവരും ഉടുപ്പിടുമ്പോൾ വാക്കുകൾ ചുരുക്കിയതയോ സമയക്കുറവ്. അതാണ് ഏറ്റവും താഴെയിടയിലുള്ളവർക്ക് സംരക്ഷണം കിട്ടത്തക്ക വിധത്തിലുള്ള ദർശനം. അതാണ് ഗാന്ധി വിഭാവനം ചെയ്ത സമത്വ സുന്ദരമായ ലോകം ഇന്നും ഊഷ്മളതയോടുകൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാന്ധിസം ജനാധിപത്യം. ഈ ദർശനം
പോയെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വലിയ ആഴത്തിൽ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. ഒരു വൈദികനായ എന്റെ ജീവിതത്തിൽ ഞാനും കൂടുതൽ വായിച്ചത് ഗാന്ധിജിയാണ് എന്ന് പറയാൻ രണ്ടാമതൊന്നും എനിക്ക് മടിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ ഈ ദർശനത്തെ വളരെയധികം ആഴത്തിൽ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും ഉൾക്കൊള്ളാനും അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാനും ഞങ്ങളും മെനക്കെടും. സുധീരൻ സാറ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു അടിക്കുറിപ്പ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളട്ടെ. ഒരു പ്രതിമ ഗാന്ധിജിയുടേത് ഇവിടെ സ്ഥാപിച്ചു. എനിക്കും പറയാനായിട്ടുള്ളത് ഗാന്ധിജി പ്രതിമയാകരുത്, അത് പ്രതിനിധാനം ചെയ്യുന്നതിന്റെ ജീവിക്കുന്ന ചാലക ശക്തികളായി ഈ ക്രോലയായിട്ടുള്ള എല്ലാവരും മതവ്യത്യാസം കൂടാതെ, രാഷ്ട്രീയത്തിന്റെ കൊടിയുടെ കളറിന്റെ വ്യത്യാസം കൂടാതെ, പരിഭവങ്ങളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന പ്രഭാഷണങ്ങളോ നീക്കങ്ങളോ കൂടാതെ, സാഹോദര്യത്തിന്റെ പേരിൽ, സമത്വത്തിന്റെ പേരിൽ, ഭാരതീയരാണെന്നുള്ള ദർശനത്തിന്റെ പേരിൽ, ജനാധിപത്യത്തിൽ എല്ലാവർക്കും തുല്യ അവകാശമാണെന്നുള്ള കാഴ്ചപ്പാട് ജീവിക്കാൻ കഴിയുന്ന ദർശനം ഈ പ്രതിമ സ്ഥാപനത്തിലൂടെ ജീവിക്കുന്ന സാന്നിധ്യമായി ഗാന്ധിസമായി നമ്മിലൂടെ ഒഴുകുമ്പോൾ അതിന് നല്ല ഒരു ദർശനം പ്രത്യേകിച്ച് സ്ഥാപനത്തിന് അർത്ഥപുഷ്കരതയുണ്ടാകും. സർവശക്തനായ ദൈവം അതിന് ഈ നാടിനെ സമ്മേളിച്ച നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മുത്തിയമ്മയുടെ വലിയ സംരക്ഷണം ഈ കാര്യത്തിൽ നമ്മുടെ നാടിന് എല്ലാ കാലത്തിലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, അനുഗ്രഹാശിസുകളോടെ എളിയവനായ എന്നെയും ഈ കർമ്മത്തിലേക്ക് ക്ഷണിച്ചതിന്റെ ഫലമായി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.